അടൂരിലെ ഗവൺമെൻറ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഭരണകാലം സമാനതകളില്ലാത്ത വികസനത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ IP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ട്രോമ കെയർ ആരംഭിച്ചിട്ടുണ്ട്, മദർ ആൻഡ് ചൈൽഡ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ആശുപത്രി സംബന്ധിച്ച് ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ചാൽ ശ്രീമതി ടീച്ചർ ആദ്യം ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്താണ് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ കിഫ്ബി പദ്ധതി, കിഫ്ബിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപം പറഞ്ഞൊരു പദ്ധതിയാണ് കിഫ്ബി പദ്ധതി. കിഫ്ബി പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്ന എത്രയോ പദ്ധതികളാണ് അടൂരിൽ തന്നെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കോടതി സമുച്ചയം കിഫ്ബി പദ്ധതിയുടെ യാഥാർത്ഥ്യമായല്ലേ? അടൂരിലെ ഇരട്ടപ്പാലം കിഫ്ബി പദ്ധതിയല്ലേ? ഈ കോർട്ട് കോംപ്ലക്സ്, ഈ ആശുപത്രി കെട്ടിടം കിഫ്ബി പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായതാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ തന്നെയാണ് നമ്മുടെ ചെട്ടിയാർത്തടവ് പാലം കിഫ്ബി പദ്ധതിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ, ഒരു 1400 കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പായപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന അടൂരിലാണ്. അതിൻ്റെ ഭാഗമാണ് ആശുപത്രിയുടെ വികസനം. ആശുപത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ 50,000 അടുത്ത OP ആണ് ഒരു മാസം ഈ ആശുപത്രിയുള്ളത്. 50,000 OP ഒരു ദിവസം ആശുപത്രി വരിക എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കേന്ദ്രമായി ഇത് മാറി എന്നുള്ളതാണ്. 50,000 OP എന്നുള്ള ചെറിയ കാര്യമല്ലല്ലോ. അപ്പം 50,000 OP വരുന്ന നിലയിലേക്ക് ആശുപത്രി മാറുന്നു. CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സൗജന്യമായി ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകുന്നു. ബ്ലഡ് ബാങ്കിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തനത്തിനകത്ത് ചില പോരായ്മകൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത്. ബാക്കി എല്ലാ നിലയിലും ആശുപത്രി മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രത്യേകത. ഞാൻ അടൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ മഹേഷ്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അടൂർ നഗരസഭയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയൻകുമാറിൻ്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു 10 വർഷക്കാലം മുമ്പുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റമാണ് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അഭികാമ്യമായ തരത്തിൽ ചികിത്സാ സഹായം ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു. CT സ്കാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ പുതിയ ഈ 14.5 കോടി രൂപ മുടക്കിയുള്ള ഈ ബ്ലോക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും മുന്നോട്ടുള്ള ആക്കമാണ് ഈ ബിൽഡിങ്. തീർച്ചയായിട്ടും ഡെൻ്റൽ വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാവിധ ലാബുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ വിഭാഗങ്ങളും അതിലേക്ക് മാറ്റുകയും ആളുകൾക്ക് വളരെ സുഖകരമായ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടന്നത്. ഒരു ദിവസം ശരാശരി 2700 മുതൽ 3000 വരെ OP ഒരു ദിവസം ഇവിടെ നടക്കുന്നുണ്ട്. ശരാശരി ഒരു മാസം എങ്ങനെ പോയാലും 1 ലക്ഷം പേരിൽ കൂടുതൽ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നുണ്ട്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കിഫ്ബി പദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ഇന്ന് അവർക്ക് ഒരു വലിയ ആശ്രയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. കിഫ്ബി പദ്ധതി ആദ്യം വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് കേരളത്തിൻ്റെ സമുന്നതമായ വികസനത്തിന് നമ്മുടെ ഈ കിഫ്ബി പദ്ധതിക്ക് വലിയൊരു സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ഉയർന്നു വരുവാൻ കഴിയുന്ന തരത്തിൽ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഇനിയും ഏറെ മെച്ചപ്പെട്ട തരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.